ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതാവസ്ഥയിലാണ്. ലീഗ് എപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നതിനെക്കുറിച്ച് ആർക്കും അറിയാത്തതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി എന്ന തങ്ങളുടെ സ്ഥിരം തന്ത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ലല്ലോ. അപ്പം വാച്ച് ആൻഡ് വെയിറ്റ് പോളിസിയാണ്. നമ്മൾ നോക്കി കാത്തിരിക്കുകയാണ്. ആർക്കും വേണ്ട ഏതെങ്കിലും താരങ്ങൾ വരുമ്പം ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചുളുവിലയ്ക്ക് താരങ്ങളെ സ്വന്തമാക്കാൻ ആ ഒരു മാജിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റ് ക്ലബ്ബുകൾക്കൊന്നും അത്തരത്തിലുള്ള ആ ഒരു എളുപ്പമാർഗ്ഗത്തിനെ കുറിച്ച് വലിയ പിടിയില്ല. നമ്മൾ ആ കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതാവസ്ഥ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. മറ്റ് ക്ലബ്ബുകളെല്ലാം മികച്ച താരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ബിജോയ് വർഗീസ് എന്ന മലയാളി താരത്തിനെ കൂടി പഞ്ചാബ് എഫ് സി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ന് വന്ന അപ്ഡേറ്റ് അല്ല, 2-3 ദിവസം മുമ്പ് വന്ന അപ്ഡേറ്റ് ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചെയ്യാതിരുന്നതാണ്. അപ്പം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ബിജോയ് വർഗീസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള മലയാളി താരമായിട്ടുള്ള ബിജോയ് വർഗീസ് കടലിന്റെ മകനാണ്. കുഴിമണ്ണിൽ കളിച്ച് വളർന്ന ഡിഫൻസീവ് കരുത്ത് അദ്ദേഹത്തിന്റെ കാലുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ ക്യാപ്റ്റനായിരുന്ന സന്ദേശ് സിംഗിന്റെ ജേഴ്സി നമ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം വികാസ് യമനത്തിന് മുമ്പ് നൽകിയത് നമ്മുടെ ബിജോയ് വർഗീസിനാണ്. ബിജോയെ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിടുകയും അവിടെ പോയി ബിജയ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ പറയാൻ വന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പൊതുവെ നവാഗതരായിട്ട് വിലയിരുത്തപ്പെടുന്ന പഞ്ചാബ് എഫ് സി, അഥവാ പഞ്ചാബിന്റെ പുതിയ പേര് പഞ്ചാബ് എഫ് സി അല്ലെങ്കിൽ റൗണ്ട് ക്ലാസ് പഞ്ചാബ്, ബിജോയ് വർഗീസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. തന്റെ കരിയറിന്റെ വളർച്ചയ്ക്ക് പഞ്ചാബിലേക്കുള്ള വളർച്ച തന്നെ സഹായിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബിജോയ് വർഗീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്ലാസ്റ്റേഴ്സ് നോക്കി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകൾ എല്ലാവരും തന്നെ അവർ പുതിയ ക്ലബ്ബോ പഴയ ക്ലബ്ബോ റെസ്പെക്റ്റീവ് ഓഫ് ദയർ എൻട്രി ടൈം ദേ ആർ ബിൽഡിംഗ് ദയർ ടീം. അവർ ബിജോയ് വർഗീസിനെ കൂടാതെ നിരവധി താരങ്ങളെ കൂടി പഞ്ചാബ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ കുറേ താരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ജംഷഡ്പൂരിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ ജയേഷ് റാണെ, അശുതോഷ് മേത്ത, പിന്നെ മറ്റേ പഞ്ചാബിൽ നിന്നുള്ള മൻവീർ സിംഗ്, അങ്ങനെ നിരവധി താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ജംഷഡ്പൂരിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ പോയി തീരും എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് നമ്മളുടെ വികാരം വിറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ താരങ്ങളെ വരെ എല്ലാവരും കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ബിജോയ് വർഗീസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആയിരുന്നു. അവിടെ നിന്നായിരുന്നു പുള്ളി ലോണിൽ കാശിയിലേക്കും മുഹമ്മദൻസിലേക്കും എല്ലാം പോയത്. ഇപ്പം ബിജോയെ പഞ്ചാബ് സ്വന്തമാക്കിയാണ് ഒരു പെർമനന്റ് ഡീൽ.